കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും. റംസാൻ കാലമല്ലേ? നോമ്പ് തുറക്കാനായി നമുക്ക് ഒരു പുതിയ വിഭവം ഉണ്ടാക്കാം. അതെന്താണെന്നല്ലേ? കുഞ്ഞി ബോണ്ട. ഉണ്ടാക്കുന്ന വിധം നമുക്കൊന്ന് കണ്ടാലോ? കുഴച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. ഗോതമ്പ് പൊടി മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പ് മതിയാകും. കൈകൊണ്ട് നന്നായി കുഴച്ച് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതും നന്നായി കൈകൊണ്ട് കുഴച്ച് ചേർക്കണം. ഗോതമ്പ് പൊടിയിൽ നല്ല എള്ളെണ്ണ ചേർന്ന് വരുമ്പോൾ അതിനൊരു പ്രത്യേക മണമാണ്. പൊടിയിൽ എണ്ണ നന്നായി ചേർന്ന് കഴിഞ്ഞു. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൽ ഇട്ട് കൊടുക്കണം. ഉണങ്ങിയ കുരുമുളക് ചതച്ചെടുത്താലും മതി. ഇതും പൊടിയിൽ നന്നായി മിക്സ് ചെയ്യുക. മുരിഞ്ഞു വരുമ്പോൾ കുരുമുളകിൻ്റെ ഒരു ചെറിയ മണം ഇതിലുണ്ടാവണം. എന്നാൽ എരിവ് അധികം ഉണ്ടാവുകയുമില്ല. 2 പാളയൻ ഗോതമ്പഴം ഇതിൽ ചേർക്കണം. ചെറുപഴം എന്നും പറയാറുണ്ട്. ഇതും കൈ ഉപയോഗിച്ച് പൊടിയിൽ നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കണം. പഴം എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച വെള്ളം ഇതിൽ ചേർത്ത് കുഴച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിക്കുന്നുണ്ട്. അതിലേക്ക് തിള വന്നു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തണം. ഒന്ന് തിളച്ചാലുടൻ ആ വെള്ളം എടുത്ത് ഇതിലേക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കണം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു സ്പൂൺ ഉപയോഗിച്ച് കുഴയ്ക്കുക. അതിനുശേഷം വീണ്ടും ആവശ്യമുള്ള വെള്ളം ചേർക്കുക. അങ്ങനെ 2 or 3 പ്രാവശ്യമായി നമുക്ക് കുഴച്ചെടുക്കാം. തിളച്ച വെള്ളമാണല്ലോ ഒഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൈ ഉപയോഗിച്ച് കുഴച്ച് ക്ലിയറാക്കാൻ സാധിക്കില്ല. കുറേശ്ശെയായി സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് പതുക്കെ ഇളക്കി യോജിപ്പിച്ച് കൊണ്ടുവരണം. ചൂട് കുറഞ്ഞപ്പോൾ ഞാൻ കൈ തന്നെ ഉപയോഗിച്ച് ഇത് നന്നായി കുഴച്ചെടുക്കുകയാണ് ഉണ്ടായത്. കണ്ടോ, ഇങ്ങനെയായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി കുഴച്ച് ഇതുപോലെ ഉരുട്ടി വയ്ക്കണം. ഏകദേശം 1/2 മണിക്കൂർ ഇരുന്നോട്ടെ. അരമണിക്കൂറിന് ശേഷം ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കണം. 32 ഉരുളകൾ ആകെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഉരുളകൾ വറുത്തെടുക്കണം. അതിനായി ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മില്ലിൽ നിന്നും വാങ്ങിയ വെളിച്ചെണ്ണയാണ് ഇത്. വെളിച്ചെണ്ണ തിളയ്ക്കുന്നതിനായി തീ മീഡിയം സൈസിൽ ആക്കിയിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ തിളച്ചു വരാൻ കുറച്ച് നേരമെടുക്കും. തിളച്ച് പാകമായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഉരുളകൾ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കയ്യിലേക്ക് പൊട്ടിവിടാതെ ശ്രദ്ധിക്കണം. 32 കുഞ്ഞു ഉരുളകൾ നമുക്ക് 2 പ്രാവശ്യമായി വറുത്തെടുക്കാം. ഈ കുഞ്ഞു പൂണ്ട നിങ്ങൾക്ക് 2 തരത്തിൽ ഉപയോഗിക്കാം. മധുരം ആവശ്യമുള്ളവർക്കും കുട്ടികൾക്കും വേണ്ടി ഷുഗർ സിറപ്പ് തയ്യാറാക്കി അതിലേക്ക് വറുത്തെടുത്ത കുഞ്ഞു ബോണ്ടകൾ ആവശ്യത്തിന് ഇട്ടുവയ്ക്കുക. പഞ്ചസാരയിൽ വിളയിച്ചെടുത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും മധുരം ഇഷ്ടമല്ലല്ലോ. ചിലർക്ക് കഴിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് വറുത്തെടുക്കുന്നത് മാത്രം കാണിക്കുന്നത്. ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതിനായി നിങ്ങൾ 1/2 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് 2 ഭാഗം, അതായത് 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി അലിഞ്ഞു വരുന്നതുവരെ ചൂടാക്കി ഇളക്കിക്കൊണ്ടിരിക്കുക.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസി ആകുമ്പോൾ ഷുഗർ സിറപ്പ് മാറ്റിയെടുക്കാവുന്നതാണ്. ഷുഗർ സിറപ്പിലേക്ക് കുഞ്ഞു ബോണ്ടകൾ ചേർത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കഴിക്കാവുന്നതുമാണ്. മധുരം ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. മധുരമില്ലാതെ തന്നെ ഇത് നല്ല രുചികരമാണ്. നല്ല മൊരിച്ചിലോടെ നല്ല ചായക്കൊപ്പമോ അല്ലെങ്കിൽ മറ്റ് ജ്യൂസുകൾക്കൊപ്പമോ എന്തിനൊപ്പം കഴിക്കാനും ഇത് നല്ലതാണ്. ഇടയ്ക്ക് കുരുമുളകിൻ്റെ ഒരു മേമ്പൊടി രുചിയും കിട്ടും. ഇനി നമുക്ക് വറുക്കലിലേക്ക് വരാം. ഇപ്പോൾ കുഞ്ഞു ബോണ്ടകൾ കുറേശ്ശെയായി മൊരിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണം. മൊരിഞ്ഞു വരുമ്പോൾ ഇതിന് കുറേശ്ശെ വിള്ളലുകൾ രൂപപ്പെടും. അതുകൊണ്ട് തന്നെ കുഞ്ഞു ബോണ്ടയുടെ ഉൾവശവും നന്നായി മൊരിഞ്ഞിരിക്കും. കണ്ടില്ലേ, കുഞ്ഞു ബോണ്ടയുടെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും തീ ശ്രദ്ധിച്ചോളൂ, കാരണം കരിഞ്ഞു പോകരുതല്ലോ. ഇടയ്ക്ക് ഫോൺ ചെയ്യാനോ മറ്റു കാര്യങ്ങൾ സംസാരിക്കാനോ പോകരുത്. അടുപ്പിന് അരികത്ത് തന്നെ ഉണ്ടാവണം. കുഞ്ഞു ബോണ്ട കുഞ്ഞിയല്ലേ, അതുകൊണ്ട് തന്നെ അതിന് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. നല്ല സുന്ദരമായ കുഞ്ഞു ബോണ്ട ആയി വരാൻ നിങ്ങളുടെ സാമീപ്യം അവ നന്നായി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കുഞ്ഞു ബോണ്ടകൾ കൃത്യമായ പാകത്തോടെ, കൃത്യമായ വേവോടെ, കൃത്യമായ മൊരിച്ചിലോടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയും പകുതി കൂടി വറുത്തെടുക്കാനുണ്ട്. അതുകൂടി ഇനി ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാ വറുത്ത കുഞ്ഞു ബോണ്ടകളെയും നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. ബാക്കിയുള്ളവ ഇട്ടുകൊടുത്തു. അതിനുശേഷം ഏകദേശം മൊരിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അതും പാത്രത്തിലേക്ക് മാറ്റുന്നു. ആകെ ഉണ്ടായിരുന്ന 32 കുഞ്ഞു ബോണ്ടകളും നമ്മൾ വറുത്ത് എടുത്തു കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കണം. കുറച്ചധികം ഉണ്ടാക്കി വെച്ചാലും ഇത് 2 ദിവസമൊക്കെ ഇരിക്കും. അതിനിടയ്ക്ക് തന്നെ കുസൃതിക്കുട്ടന്മാർ ഇത് തീർത്തിരിക്കും. അപ്പോൾ പിന്നെ നിർത്തല്ലേ, ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. See you all in the next video.